കൂട്ടുകാരെ, ഞാൻ പുട്ട് ചുടുന്ന രീതി കണ്ട എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? സമയവും ലാഭിക്കുക, ഗ്യാസും ലാഭിക്കുക. മുമ്പൊക്കെ ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ആവി കയറ്റുക ചെയ്തത്, അപ്പോൾ ഒരു ഫീല് കിട്ടിയിരുന്നില്ല. ഇത് സൂപ്പർ ട്രിക്കാണ് കേട്ടോ. ഇതുപോലെ കുറേ ട്രിക്സുകൾ ഞാൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. വീട്ടമ്മമാരെ റാണിയാക്കാൻ, ഭർത്താക്കന്മാരെ പാട്ടിലാക്കാൻ എന്നുള്ളൊരു വീഡിയോയിൽ 1 വർഷം മുമ്പ് തുടങ്ങിയ സമയത്ത് കേട്ടോ. പുട്ടിന് കോമ്പിനേഷനായിട്ട് ഇന്ന് പീസ് ഉലർത്തിയതാണ് കേട്ടോ. പുട്ട്, ഇഡ്ഡലി, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ തീ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സോഫ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ പീസ് എപ്പോഴും കറി രൂപത്തിലല്ലാതെ ഇതുപോലെ ഉലർത്തി ജ്യൂസി ആക്കി എടുത്ത് നോക്കിയേ, സൂപ്പറാണ് കേട്ടോ. ജോലിക്കാരായ വീട്ടമ്മമാർക്ക് ഇങ്ങനെയുള്ള ട്രിക്സുകളൊക്കെ ഒരുപാട് ഉപകരിക്കും കേട്ടോ.